ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള നമ്മുടെ പാറ്റേൺ റെഡിൻ്റെ ഒരു ഫ്ലവർ കാണിക്കാതിരുന്ന് കഴിഞ്ഞാൽ മിസ്സായി പോയില്ലേ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് കേട്ടോ പാറ്റേൺ റെഡ്. നമ്മുടെ റെഡ് വെൽവെറ്റ് പ്ലാന്റുമായിട്ട് ഏകദേശം സിമിലറാണ് ഈ ഒരു പ്ലാന്റ്. റെഡ് വെൽവെറ്റിൻ്റെ എൻഡിലായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടി കയറി വരുവേ. ഇത് നമ്മുടെ സെയിലിനായിട്ട് ആയി ഇരിക്കുന്ന കുറച്ച് വിങ്ക പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ കോംബോ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഓറഞ്ചും അല്ലാണ്ട് ഇതുപോലൊരു പിങ്കോ അല്ലെങ്കിൽ ലാവൻഡറോ ഏതെങ്കിലും ഒരു കളറുമായിട്ട് മിക്സ് ആയിട്ടായിരിക്കും നമ്മൾ കോംബോ കൊടുക്കുന്നത്. 2 പ്ലാന്റിൻ്റെ കോംബോ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ നിലവിൽ ആയിരിക്കുന്ന വിങ്ക പ്ലാന്റ്സിൻ്റെ തൈകൾ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കാണുമ്പോൾ അറിയാമല്ലോ, സൈസും അത്യാവശ്യം വലുത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു 70 രൂപയ്ക്കൊക്കെ കപ്പിലെ പ്ലാന്റ്സൊക്കെ കിട്ടും. ഇത് അത്യാവശ്യം നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതല്ല കേട്ടോ, ഇത് ഞാൻ ഇങ്ങനെ വച്ചൊരു പ്ലാന്റ്, റൂട്ടാവാത്തൊരു പ്ലാന്റാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ് ഇതുപോലത്തെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സും ഒക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് അയച്ചു തരാനായിട്ട്. നമ്മൾ എടുക്കുന്ന പ്ലാന്റ്സ് അല്ലാണ്ട് നമ്മൾ റൂട്ടില്ലാത്ത പ്ലാന്റ്സ് എന്തായാലും അയക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ആയിരിക്കുന്ന പ്ലാന്റ്സുകളെ. ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഒന്ന് ഞാൻ മെൻഷൻ ചെയ്ത് പോയത്. പിന്നെ കുറച്ചൊക്കെ പ്ലാന്റ്സ് ഇതുപോലെയൊക്കെ വച്ചതൊക്കെ ഇങ്ങനെ മഴയും വെയിലും ഒക്കെ മാറി മാറി വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു മില്യൺ ബെൽസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അത് ഒരു ഉച്ച കയറിയത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെസ്റ്റിസൈഡ് അടിക്കാൻ കുറച്ചൊന്ന് വൈകിപ്പോയപ്പോൾ അതും നമ്മുടെ പെസ്റ്റ് വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ വിങ്കയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. വിങ്കയുടെ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുകൾ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ഒട്ടും വെയിലല്ല, മഴത്തുള്ളി അടിക്കാത്തത് കൊണ്ട് ഓക്കെ ആയിട്ടാണ് മുകളിലെ പ്ലാന്റ്സ് ഇരിക്കുന്നത്. താഴത്തേൻ്റെ അവസ്ഥ പറയണ്ട കേട്ടോ, വൻ ശോകമാണ്. തൂളികളൊക്കെ വന്ന് അടിക്കുമ്പോഴേ ഒത്തിരി ഡാമേജ് ആവാറുണ്ട്. നമ്മുടെ സമ്മർ സക്കൂറയാണ് കേട്ടോ. നമ്മുടെ സാൽമൺ ഹാലോ പോലെ ഒരു ഫീലാണ് എനിക്കത് കാണുമ്പോൾ. ഇത് വന്നിട്ട് നമ്മുടെ നമ്മുടെ ഓറഞ്ച് മാൻഡറിൻ ആണ് കേട്ടോ. നമ്മുടെ ടാറ്റു വിങ്കയുടെ പ്ലാന്റ് അല്ല ഇത്. ഇതിൽ ഡിസൈനിൽ ചേഞ്ച് ഉണ്ട് കേട്ടോ. കളറെല്ലാം ഇതുപോലെ വരുന്നെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡി വന്നിട്ട് ഓറഞ്ച് മാൻഡറിൻ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ സ്കാർലറ്റ് ഓറഞ്ച് ആണ് കേട്ടോ. കളേഴ്സ് എല്ലാം സിമിലർ ആണെങ്കിലും ഉള്ളിലൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓരോന്നിനും ഓരോ ഐഡി കൊടുത്തിരിക്കുന്നത്. ചിലതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന വെറൈറ്റീസൊക്കെ ഉണ്ടല്ലോ, അതിനെ സ്പ്രെഡിങ് വെറൈറ്റീസും ഒക്കെ പറയുന്നുണ്ട്. ഒത്തിരിയും പേരുകളുണ്ട്. നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് പുതിയ ആളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പോകെ എന്തായാലും അതൊക്കെ ഒന്ന് പഠിക്കാം. ഈ ഒരു പ്ലാന്റാണ് എന്നെ വെള്ളീച്ച വന്ന് കൊണ്ടുപോയത്. നല്ല മോഹിച്ച് ആശിച്ച് വാങ്ങിച്ചൊരു പ്ലാന്റാണ്. പക്ഷേ എന്താ ചെയ്യാം, വെള്ളീച്ച വന്ന് കൊണ്ടുപോയി. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ ഇതാ സംഭവമെന്ന്. എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടത്. പിന്നെ ഞാനൊരു സ്റ്റെം എടുത്ത് വെച്ച് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതും ഓക്കെ ആയി കിട്ടിയിട്ടില്ല. ഈ ഒരു പ്ലാന്റ് വെറൈറ്റി നമ്മുടെ നിന്ന് മിസ്സായോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ എവിടെയോ ഒരു സ്റ്റെം കട്ടിങ്സ് ഞാൻ കുത്തിയായിരുന്നു. അതാണോ പൊടിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുമായിട്ട് സിമിലറായിട്ടുള്ളൊരു കുഞ്ഞ് പ്ലാന്റ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഫ്ലവർ വരട്ടെ.